കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫ്യൂഷനെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഡിഫ്യൂഷനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തന്നായിരുന്നു. അതിനുശേഷം ഡിഫ്യൂഷൻ്റെ വേരിയസ് ആയിട്ടുള്ള മെക്കാനിസത്തിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഫിക്സ് ലോ പഠിച്ചു. അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെ കേസിലും അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെ കേസിലുമുള്ള ഫിക്സ് ലോകൾ പഠിച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ നോക്കി. ലാസ്റ്റായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ ഡിഫ്യൂഷൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, മൈക്രോസ്ട്രക്ചർ ഡിറ്റർമിനേഷൻ. സോ ഈ ഒരു ക്ലാസ്സിൽ മെറ്റൽസിൻ്റെ വേരിയസ് ആയിട്ടുള്ള മൈക്രോസ്ട്രക്ചർ ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഏതൊക്കെ പ്രോസസ്സുകളാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡുകളാണ് മൈക്രോസ്ട്രക്ചർ ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം. ആദ്യമായിട്ട് എന്താണ് മെറ്റലോഗ്രഫി എന്ന് നോക്കാം. മെറ്റലോഗ്രഫി എന്നാൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റൽസിൻ്റെ മൈക്രോസ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന മെറ്റലർജിയുടെ ഒരു പാർട്ടാണ് മെറ്റലോഗ്രഫി. ഒന്നും കൂടെ പറയാം, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റൽസിൻ്റെ മൈക്രോസ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന മെറ്റലർജിയുടെ ഒരു പാർട്ടാണ് മെറ്റലോഗ്രഫി എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു മെറ്റൽസിൻ്റെ മൈക്രോസ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേരിയസ് ആയിട്ടുള്ള ഗ്രെയിൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ച് അറിയാൻ വേണ്ടി, ഗ്രെയിൻ ബൗണ്ടറീസുകളെ കുറിച്ച് അറിയാൻ വേണ്ടി, ഇതുകൂടാതെ തന്നെ മെറ്റൽസിനകത്തുള്ള വേരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റുകളായ ലൈൻ ഡിഫക്റ്റുകൾ, അതുപോലെ തന്നെ സർഫേസ് ഡിഫക്റ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി പഠിക്കും. സോ ഇങ്ങനെയുള്ള ഡിഫക്റ്റുകളെ കുറിച്ച് പഠിക്കാനും ഇത് എങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുമാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു സാമ്പിൾ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണം, അതായത് സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വേരിയസ് ആയിട്ടുള്ള സ്റ്റേജസുകളുണ്ട്. ഒന്നാമത്തതാണ് സെലക്ടിങ് ആൻഡ് കട്ടിങ് ഓഫ് ദി സ്പെസിമെൻ, രണ്ടാമത്തത് റഫ് ഗ്രൈൻഡിങ്, മൂന്നാമത്തത് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്, നാലാമത്തത് പോളിഷിംഗ്, അഞ്ചാമത്തത് ഇച്ചിങ് പ്രോസസ്, ആറാമത്തത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെറ്റലിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ മൈക്രോസ്ട്രക്ചറിൻ്റെ ഡിറ്റർമിനേഷൻ. സോ ഈ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ. സോ നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ നമുക്ക് ഏത് മെറ്റീരിയലിനെ കുറിച്ചാണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ടത്, ആ ഒരു മെറ്റീരിയലിൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ വേരിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളായ കാസ്റ്റിങ്, വെൽഡിങ്, അതുപോലെ തന്നെ സർഫേസ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളായ കേസ് ഹാർഡനിങ് ഒക്കെ നടത്തുമ്പോൾ ഒരു സിംഗിൾ കമ്പോണൻറ്റിൽ തന്നെ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ സ്ട്രക്ചറിലും കോമ്പോസിഷനിലും. സോ ഇങ്ങനെ വരുന്ന കേസുകളിൽ ഏത് റീജിയനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ടത്, ആ ഒരു റീജിയനിൽ നിന്ന് വേണം സ്പെസിമെൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ പറയാം, ചില പ്രൊഡക്ഷൻ പ്രോസസ്സുകളായ കാസ്റ്റിങ്, വെൽഡിങ്, അതുപോലെ തന്നെ സർഫേസ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളായ കേസ് ഹാർഡനിങ് തുടങ്ങിയവ നടത്തുമ്പോൾ ഒരു മെറ്റീരിയലിന് ഒരു സിംഗിൾ കമ്പോണൻറ്റിനുള്ളിൽ തന്നെ സ്ട്രക്ചറും കോമ്പോസിഷനും വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെ വരുന്ന കേസിൽ ഏത് പർട്ടിക്കുലർ റീജിയനെ കുറിച്ചാണോ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ നിന്നുമാണ് സ്പെസിമെൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ നമ്മൾ സ്പെസിമെൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പെസിമെനെ സോ അല്ലെങ്കിൽ അബ്രസീവ് വീൽ ഉപയോഗിച്ചുകൊണ്ട് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മെറ്റീരിയൽ ഒരിക്കലും ഹീറ്റപ്പ് ആവാൻ പാടില്ല. ഇങ്ങനെ ഹീറ്റപ്പ് ആയി കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ റേസ് ആവും. ഇങ്ങനെ ടെമ്പറേച്ചർ റേസ് ആവുന്നത് കൊണ്ട് തന്നെ മൈക്രോസ്ട്രക്ചറിലെ വേരിയേഷന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ പഠനത്തിന് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സ്പെസിമെൻ ഒരിക്കലും ഹീറ്റ് ആവാനായിട്ട് പാടില്ല. മെയിനായിട്ട് 10 മുതൽ 15 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള സ്പെസിമെനാണ് മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. സപ്പോസ് നമുക്ക് ഏതെങ്കിലും സ്മോളർ ആയിട്ടുള്ള സ്പെസിമെൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് തെർമോപ്ലാസ്റ്റിക് റെസിൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്യൂട്ടബിൾ കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് മൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരു പ്രോസസ്സ് ഒന്നും കൂടെ പറയാം.
ഈ പ്രോസസ്സിനകത്ത് ഫസ്റ്റ് ഏത് സ്പെസിമെനാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് മെറ്റീരിയലിനെ കുറിച്ചാണോ പഠിക്കേണ്ടത് ആ ഒരു മെറ്റീരിയലിൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ കേസ് പറയുന്നത് അല്ലെങ്കിൽ അബ്രസീവ് വീലി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്പെസിമെനെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്പെസിമെൻ ഹീറ്റപ്പ് ആവാൻ പാടില്ല. ഇങ്ങനെ ഹീറ്റപ്പ് ആയി കഴിഞ്ഞാൽ മൈക്രോ സ്ട്രക്ചറിൽ വേരിയേഷൻ വരും, അത് നമ്മുടെ പഠനത്തിനെ ബാധിക്കും. മൂന്നാമത്തത് പറഞ്ഞത് 10 മുതൽ 15 വരെ മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മെറ്റീരിയലാണ് മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. നാലാമത്തത് സ്മോളർ ആയിട്ടുള്ള സ്പെസിമെൻ ആണ് ഉള്ളതെങ്കിൽ അത് തെർമോപ്ലാസ്റ്റിക് റെസിൻസ് അല്ലെങ്കിൽ മറ്റുള്ള സ്യൂട്ടബിൾ കമ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് മൗണ്ട് ചെയ്തിരിക്കണം. ഇനി അടുത്ത പ്രോസസ്സാണ് റഫ് ഗ്രൈൻഡിങ്. ഗ്രൈൻഡിങ് ഒരു സർഫേസിനെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി, അതുപോലെ തന്നെ സർഫേസിൽ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ആ സ്ക്രാച്ചുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 3 തരത്തിലുള്ള ഗ്രൈൻഡിങ് ഉണ്ട്. ഒന്നാമത്തത് റഫ് ഗ്രൈൻഡിങ്, അടുത്തത് ഇൻ്റർമീഡിയറ്റ്, ലാസ്റ്റ് ഫൈൻ ഗ്രൈൻഡിങ്. സോ ഈ മെറ്റീരിയലിൻ്റെ ഫിനിഷിങ് അനുസരിച്ചാണ് ഈ ഒരു 3 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തേതാണ് റഫ് ഗ്രൈൻഡിങ്. റഫ് ഗ്രൈൻഡിങ് സർഫേസിനെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ഒരു ഫയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ഫയൽ യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഫയൽ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിമെനെ റബ്ബ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഉചിതം. ഇത് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മൈക്രോ സ്ട്രക്ചറിൽ വേരിയേഷൻ വരും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കോഴ്സ് വയലിങ്, അതുപോലെ തന്നെ അബ്രസീവ് പാർട്ടിക്കിൾസ് തുടങ്ങിയവയെല്ലാം തന്നെ ഓപ്പറേറ്ററിൻ്റെ ഹാൻഡുകളിലും അതുപോലെ തന്നെ സ്പെസിമെനിലും പ്രസൻ്റ് ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ഫയലിങ് അതുപോലെ തന്നെ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ഒഴിവാക്കാനായിട്ട് ഇവ രണ്ടും വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഗ്രൈൻഡിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, റഫ് ഗ്രൈൻഡിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒന്നാമത്തത് ഈ സർഫേസിനെ അബ്സല്യൂട്ട്ലി ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഫയൽ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യാം. ഫയൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫയൽ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിമെനെ റബ്ബ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്തിന് ഹീറ്റിംഗ് കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഹീറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ സർഫേസിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്പെസിമെൻ്റെ മൈക്രോസ്ട്രക്ചറിൽ വേരിയേഷൻ വരും. ഇത് നമ്മുടെ എക്സാമിനേഷനെ ബാധിക്കും. ലാസ്റ്റായിട്ട് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് വയലിങ് അതുപോലെ തന്നെ അബ്രസീവ് പാർട്ടിക്കിൾസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിമെനും അതുപോലെ തന്നെ ഓപ്പറേറ്ററിൻ്റെ ഹാൻഡ്സും വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ആണ്. സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ചെയ്യാനായിട്ട് വേരിയസ് ഗ്രേഡ് സൈസുള്ള എമറി പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എമറി പേപ്പേഴ്സ് 220, 320, 400, 600 തുടങ്ങിയ ഗ്രേഡ് സൈസുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കോസ്റ്റ് ഫൈൻ എന്ന ഓർഡറിലാണ് തന്നിരിക്കുന്നത്. സോ നേരത്തെ ഫയലിങ്ങിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എമറി പ്ലേറ്റ് ഒരു ഹാർഡ് ഫ്ലാറ്റ് സർഫേസിൽ ഹെൽഡ് ചെയ്തതിന് ശേഷം സ്പെസിമെൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റീസണബിൾ പ്രഷറിൽ റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, എപ്പോഴും 1 ഡയറക്ഷനിൽ ചെയ്യുക. പ്രിഫറബിളി ഓപ്പറേറ്ററിന് 2 ways ആയിട്ട് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഉചിതം. ലാസ്റ്റായിട്ട് സ്പെസിമെനും അതുപോലെ തന്നെ ഓപ്പറേറ്ററിൻ്റെ ഹാൻഡ്സും തറവലിയായിട്ട് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുക. ഒന്നുകൂടെ പറയാം, ഈ ഒരു പ്രോസസ്സിൽ ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്ങിനകത്ത് യൂഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എമറി പേപ്പേഴ്സാണ്. എമറി പേപ്പേഴ്സ് വേരിയസ് ആയിട്ടുള്ള ഗ്രേഡ് സൈസുകളുണ്ട്, 220, 320, 400, 600. ഇത് കോസ്റ്റ് ഫൈൻ എന്ന ഓർഡറിലാണ് തന്നിരിക്കുന്നത്. സോ ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള ഗ്രേഡ് സൈസുള്ള എമറി പേപ്പേഴ്സാണ് ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫയലിങ്ങിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാർഡ് ഫ്ലാറ്റ് സർഫേസിനകത്ത് ഒരു എമറി പ്ലേറ്റ് ഹെൽഡ് ചെയ്തതിന് ശേഷം സ്പെസിമെൻ ഒരു റീസണബിൾ പ്രഷറിൽ ഈ ഒരു എമറി പ്ലേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, പ്രിഫറബിളായിട്ട് 1 ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഓപ്പറേറ്ററിന് 2 ways ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുക. ലാസ്റ്റായിട്ട് ഈ ഒരു സ്പെസിമെൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സ്പെസിമെൻ എടുത്ത് സ്പെസിമെനും ഓപ്പറേറ്ററിൻ്റെ ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുക. ഇനി ഹാൻഡ് ഗ്രൈൻഡിങ്ങിൽ പകരമായിട്ട് നമുക്ക് മെഷീൻ ഗ്രൈൻഡിങ്ങും ഇതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ മെഷീൻ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്തിന് എമറി പേപ്പർ
റൊട്ടേറ്റിംഗ് വീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. റൊട്ടേറ്റിംഗ് എംബ്രൈ പേപ്പേഴ്സ് റൊട്ടേറ്റിംഗ് വീലിൻ്റെ ടോപ്പിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് സ്പെസിമെൻ ഈ ഒരു റൊട്ടേറ്റിംഗ് പേപ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് പ്രഷറിൽ ഹാൻഡ് ഹെൽഡ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, ഈ ഒരു ഹാൻഡ് ഗ്രൈൻഡിങ്ങിന് പകരമായിട്ട് നമ്മൾ മെഷീൻ ഗ്രൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കേസിൽ എംബ്രൈ പേപ്പേഴ്സ് ഈ ഒരു റൊട്ടേറ്റിംഗ് വീലിൻ്റെ ടോപ്പായിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ എടുത്തിരിക്കുന്ന സ്പെസിമെനെ ഈ ഒരു റൊട്ടേറ്റിംഗ് പേപ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് പ്രഷറിൽ ഹാൻഡ് ഹെൽഡ് ചെയ്യുക. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡെബ്രീസ് പാർട്ടിക്കിൾസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഫൈൻ ഗ്രൈൻഡിങ്ങിൻ്റെ അടുത്ത കേസാണ്, അടുത്ത പ്രോസസ്സാണ് ഫൈനൽ ഗ്രൈൻഡിങ്. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് എങ്ങനെയാണോ ചെയ്തത് അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഫൈനൽ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് വേരിയസ് ആയിട്ടുള്ള ഗ്രിഡ് സൈസുള്ള എംബ്രൈ പേപ്പേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ഫൈനൽ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഷൈനിങ്ങും അതുപോലെ തന്നെ സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ആണ്. അതിനുശേഷം ഫൈൻ ഗ്രൈൻഡിങ് നോക്കി. ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്ങിനകത്ത് നമ്മൾ വേരിയസ് ഗ്രേഡ് സൈസുള്ള എംബ്രൈ പേപ്പേഴ്സ് എടുക്കുന്നത് പഠിച്ചു. അതിനുശേഷം ഈ ഒരു ഹാർഡ് എംബ്രൈ പ്ലേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിമെൻ റബ്ബ് ചെയ്യണം. ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വൺ ഡയറക്ഷനാണ് പ്രിഫറബിൾ. അതുപോലെ തന്നെ ഓപ്പറേറ്ററിന് ടുവേഴ്സ് ആയിട്ടാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അടുത്തത് ലാസ്റ്റായിട്ട് പഠിച്ചത് ഈ ഒരു സ്പെസിമെനും അതുപോലെ തന്നെ ഓപ്പറേറ്ററിൻ്റെ ഹാൻഡും ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുക. അടുത്തത് നമുക്ക് ഈ ഒരു ഹാൻഡ് ഗ്രൈൻഡിങ്ങിന് പകരമായിട്ട് മെഷീൻ ഗ്രൈൻഡിങ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ ആക്ഷന് വേണ്ടിയിട്ട്, ഡെബ്രീസ് പാർട്ടിക്കിൾസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലാസ്റ്റ് പ്രോസസ്സായിട്ട് പഠിച്ചത് ഫൈൻ ഗ്രൈൻഡിങ് ആണ്. സോ ഫൈൻ ഗ്രൈൻഡിങ് ചെയ്യാനായിട്ടും വേരിയസ് ഗ്രേഡ് സൈസിലുള്ള എംബ്രൈ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫൈൻ ഗ്രൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന മെറ്റീരിയൽസ് ഷൈനിങ് ആയിരിക്കും, അതുപോലെ തന്നെ സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും. അടുത്ത പ്രോസസ്സ് പോളിഷിംഗ് ആണ്. സോ ഫൈൻ ഗ്രൈൻഡിങ്ങിന് ശേഷം വരുന്ന സ്പെസിമെനകത്ത് സീരീസ് ഓഫ് പാരലൽ ഗ്രൂവ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള പാരലൽ ഗ്രൂവ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിഷിംഗ് പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഈ ഒരു ഫൈൻ ഗ്രൈൻഡിങ്ങിന് ശേഷം വരുന്ന സ്പെസിമെനകത്ത് സീരീസ് ഓഫ് പാരലൽ ഗ്രൂവ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള പാരലൽ ഗ്രൂവ്സ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിഷിംഗ് പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിമെൻ സർഫേസ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡാണ് യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്നാൽ റൊട്ടേറ്റിംഗ് വീലിനകത്ത് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ് റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്നാൽ ഒരു റൊട്ടേറ്റിംഗ് വീല് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ് റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലോത്ത് ഫസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെറ്റ് ചെയ്യണം. അതിനുശേഷം ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഉള്ള പോളിഷിംഗ് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ഈ വീല് വളരെയധികം ലോ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിന് ഈ ഒരു വെറ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് കോൺസ്റ്റൻറ്റ് ഡ്രിപ്പ് ഓഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. സോ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ പറയാം, ഇത്തരത്തിലുള്ള പോളിഷിംഗ് യൂസ് ചെയ്യുന്നത് പാരലൽ ഗ്രൂവ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു പോളിഷിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡാണ് യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്ന് വെച്ചാൽ ഗ്രൈൻഡിങ് വീല് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് വീല് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നതിനാണ് റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലോത്ത് പാഡ് അല്ലെങ്കിൽ ക്ലോത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം പോളിഷിംഗ് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്മോൾ ക്വാണ്ടിറ്റി ഉള്ള പോളിഷിംഗ് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഈ ഒരു റൊട്ടേറ്റിംഗ് വീല് വളരെയധികം ലോ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വെറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻറ്റ് ഡ്രിപ്പ് ഓഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. അടുത്തതായിട്ട് ഈ ഒരു റൊട്ടേറ്റിംഗ് വീലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഈ റൊട്ടേറ്റിംഗ് വീല് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിമെനെ ഹെൽഡ് ചെയ്യുക. സപ്പോസ് നമ്മളിപ്പോൾ ഹാർഡ് സ്പെസിമെൻസ് ആയ അയൺ, സ്റ്റീൽ തുടങ്ങിയവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 സ്റ്റേജ് ഓഫ് പോളിഷിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതല്ല നോൺ ഫെറസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ സ്റ്റേജോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജ് പോളിഷിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
സോ ഹാർഡർ സ്പെസിമെൻ യൂസ് ചെയ്യുന്ന സമയത്തിന് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പോളിഷിംഗ് എന്ന് പറയുന്നത് 6 മൈക്രോൺസ് ഉള്ള പാർട്ടിക്കിൾ സൈസ് 6 മൈക്രോൺസ് പാർട്ടിക്കിൾ സൈസ് ഉള്ള പോളിഷിംഗ് ഏജൻസ് ആയ ഡയമണ്ട്സ് അതുപോലെ തന്നെ അലൂമിന പൗഡർ ഉപയോഗിച്ചുള്ള പോളിഷിംഗ് ആണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പോളിഷിംഗ് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്പെസിമെനെ ഫസ്റ്റ് വാഷ് ചെയ്യണം. അതിനുശേഷം 0.5 മുതൽ 1.5 വരെയുള്ള മൈക്രോൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പോളിഷിംഗ് പൗഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള പോളിഷിംഗ് ആണ്. സോ ഇതുവരെ പറഞ്ഞു ഒന്നും കൂടെ പറയാം. ഈ ഒരു സ്പെസിമെൻ ഫസ്റ്റ് ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വീലിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷന് ഹെൽഡ് ചെയ്യുക. ഹാർഡർ സ്പെസിമെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ അയൺ സ്റ്റീൽ തുടങ്ങിയ സ്പെസിമെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 സ്റ്റേജസ് ഓഫ് പോളിഷിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതല്ല നമ്മൾ നോൺ ഫെറസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജസ് ഓഫ് പോളിഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാർഡർ സ്പെസിമെൻ യൂസ് ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് 6 മൈക്രോൺസ് ഉള്ള പാർട്ടിക്കിൾസ് പോളിഷിംഗ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് പോളിഷ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് അല്ലെങ്കിൽ അലൂമിന പൗഡർ തുടങ്ങിയ പോളിഷിംഗ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് പോളിഷ് ചെയ്യും. ഇതിനുശേഷം ഈ ഒരു സ്പെസിമെൻ വാഷ് ചെയ്തതിന് ശേഷം 0.5 മുതൽ 1.5 വരെ മൈക്രോൺസ് ഉള്ള സ്പെസിമെൻ ഉപയോഗിച്ചുകൊണ്ട് പോളിഷ് ചെയ്യും. അടുത്തത് നോൺ ഫെറസ് സ്പെസിമെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജ് യൂസ് ചെയ്യും. മെറ്റീരിയൽസിൻ്റെ നേച്ചറിനനുസരിച്ച് ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ അടുത്തതായിട്ട് ഫിനിഷ് പോളിഷിങ്ങിനായിട്ട് മഗ്നീഷ്യ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ അലോയ്സിൻ്റെ കേസിൽ പോളിഷിംഗ് പേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രാസോയാണ്. ഒന്നും കൂടെ പറയാം. ഫിനിഷ് പോളിഷിങ്ങിനായിട്ട് മഗ്നീഷ്യ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ അലോയ്സിൻ്റെ കേസിൽ പോളിഷിംഗ് പേസ്റ്റായ ബ്രാസോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫിനിഷ് പോളിഷിങ്ങിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്ന സമയത്തിന് ഈ സർഫേസ് സ്ക്രാച്ച് ഫ്രീ ആണെങ്കിൽ അടുത്ത സ്റ്റേജ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു പോളിഷിംഗ് ആ ഒരു നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സർഫേസ് ഫീച്ചർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് എന്താണ് മെറ്റലോഗ്രാഫി എന്ന് പഠിച്ചു. അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെറ്റലോഗ്രാഫിയെക്കുറിച്ച് പഠിക്കുന്നതെന്ന് പഠിച്ചു. അടുത്തത് നമ്മൾ ഏതൊക്കെ സ്റ്റേജുകളാണ് ഈ ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജുകളാണ് മെറ്റലോഗ്രാഫിയിൽ ഉള്ളതെന്ന് പഠിച്ചു. ആദ്യത്തേത് സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ ആണ്. രണ്ടാമത്തേത് റഫ് ഗ്രൈൻഡിങ് ആണ്. മൂന്നാമത്തേത് ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ആണ്. നാലാമത്തേത് പോളിഷിംഗ് ആണ്. ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇച്ചിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഇലക്ട്രോണും ഒപ്റ്റിക്കൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു സ്പെസിമെൻ്റെ ഫീച്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. Thank you.